ഈ CCTV ദൃശ്യങ്ങളാണ് ഈ കേസിനകത്ത് നിർണായകമായ ഒരു തെളിവ്. കാരണം CCTV എന്ന് പറയുന്നത് ആ ബസ്സിനകത്ത് ഡ്രൈവറിൻ്റെ തലയ്ക്ക് തൊട്ട് മുകളിലിരിക്കുന്ന ക്യാമറയാണ്. ക്യാമറയും മറ്റ് 2 ക്യാമറകളും കവർ ചെയ്യുന്ന മെമ്മറി വിഷ്വൽസ് ഉള്ളതാണ് ഈ CCTV. ആ CCTV പ്രവർത്തിക്കുന്നുവെന്നും ആ CCTVയുടെ മെമ്മറി കാർഡ് അല്ലെങ്കിൽ ആ മൊത്തം യൂണിറ്റ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുവെന്നും റിപ്പോർട്ടിനോടുകൂടിയാണ് തൃശ്ശൂരിൽ നിന്ന് വണ്ടി യാത്ര ചെയ്തിരിക്കുന്നത്. ആ വണ്ടി യാത്ര ചെയ്ത് ഈ തിരുവനന്തപുരത്ത് എത്തിയ സമയത്ത് ലാസ്റ്റ് ആ ബസ്സിനകത്ത് നിന്ന് ബസ്സിൻ്റെ ഉടമസ്ഥൻ എന്നുള്ള രീതിയിൽ ബസ്സിൽ നിന്ന് ലാസ്റ്റുള്ള മനുഷ്യൻ അതിനകത്തുള്ള കണ്ടക്ടറാണ്. കാരണം ഡ്രൈവറെ നേരത്തെ തന്നെ ബസ്സിൽ നിന്നും പോലീസുകാർ കൂട്ടിക്കൊണ്ടു പോയിരുന്നു ഉദ്ദേശം 10:30 മണിയോടുകൂടി. അപ്പോൾ അവസാനമായി ബസ്സിനകത്തുണ്ടായിരുന്ന ബസ്സിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന് പറയുന്നത് കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിനെ വ്യക്തമായി ചോദ്യം ചെയ്താൽ ആ കണ്ടക്ടറിൻ്റെ ഫോൺ കോൾസ് പരിശോധിച്ചാൽ ആ സമയത്തുണ്ടായിരുന്ന CDRs എടുത്ത് നോക്കിയാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരൊക്കെ ഇടപെട്ടിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അധികം നാളൊന്നും ആയിട്ടില്ലല്ലോ, ഇപ്പോഴും അവൈലബിൾ ആണ്. ഇതൊന്നും പ്രോപ്പറായിട്ട് തമ്പാനൂർ പോലീസ് ചെയ്യുന്നില്ല. തമ്പാനൂർ പോലീസ് ചെയ്താൽ ഈ മെമ്മറി കാർഡ് റിക്കവറി നടത്തിയാൽ ഈ മെമ്മറി കാർഡിനകത്ത് ബസ്സിനകത്ത് ആരൊക്കെ അസഭ്യം പറഞ്ഞുവെന്നും MLA ബസ്സിനകത്ത് കയറിയതിന് ശേഷം എന്തൊക്കെ അട്രോസിറ്റീസ് കമ്മിറ്റ് ചെയ്തുവെന്നും ഒരാൾ മൊബൈൽ ഫോണിൽ പകർത്തുന്നത് ആ മൊബൈൽ ഫോൺ വാങ്ങിച്ച് ഡിലീറ്റ് ചെയ്യാൻ മേയർ പറയുന്ന കാര്യങ്ങളെല്ലാം ആ CCTVക്കകത്ത് മെമ്മറി കാർഡിനകത്ത് അവൈലബിൾ ആയിരിക്കും. അത് പുറത്തു വന്നാൽ ആരെയാണോ ബാധിക്കുന്നത് അത് സഹായിക്കേണ്ടത് അല്ലെങ്കിൽ പുറത്തു വരാതിരിക്കാൻ സഹായിക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മാത്രമാണ് ആ മെമ്മറി കാർഡ് ഇതുവരെയായിട്ടും തമ്പാനൂർ പോലീസിന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തത്.